വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. പാർലമെന്റിൽ ബജറ്റ് ചർച്ച ഇന്നും തുടരും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ ധാർമ്മികത ഉയർത്തി അദ്ദേഹം സഭാ നടപടികളിൽ നിന്നും വിട്ടുനിൽക്കും. അടുത്ത മാസം 9 അവിശ്വാസ പ്രമേയ നോട്ടീസ് പരിഗണിച്ച ശേഷമായിരിക്കും സ്പീക്കർ സഭയിൽ എത്തുക. വിവരങ്ങളുമായി നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നന്ദഗോപൻ, നമുക്കറിയാം അവിശ്വാസം കൊണ്ടുവന്നാലൊന്നും അത് പാസ്സാകാൻ പോകുന്നില്ല. കാരണം NDA സർക്കാരിന് കൃത്യമായ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ധാർമ്മികതയുടെ പേരിൽ സ്പീക്കർ ഓം ബിർള സഭാ നടപടികളിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതായത് അടുത്ത മാസം 9-ാം തീയതി ഈ അവിശ്വാസ പ്രമേയ ചർച്ച വരുന്നത് വരെ അദ്ദേഹം മാറി നിൽക്കും. എന്തായാലും ബജറ്റ് ചർച്ച തുടരുകയാണല്ലോ. പ്രതിപക്ഷത്തിൻ്റെ നാടകങ്ങളും തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, തുടർച്ചയായ 7 ദിവസം സഭ പ്രതിപക്ഷം സ്തംഭിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് പ്രധാനമായും മുൻ സൈനിക മേധാവി MM നരവാൻ്റെ പുസ്തകം സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ സഭയിൽ ഉയർത്താൻ ശ്രമിച്ചു. എന്നാൽ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം, മാത്രമല്ല ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവാസ്തവം. ഇതിനു പുറമെ ആ പുസ്തകത്തെ സംബന്ധിച്ച് ഒരു മാഗസിനിൽ വന്ന ലേഖനമാണ്. അത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സഭയിൽ ഉന്നയിക്കരുതെന്ന സ്പീക്കർ പലതവണ റൂളിംഗ് നൽകി. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അവസരം നൽകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുകയായിരുന്നു. അങ്ങനെ 7 ദിവസം പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പൊതുജനങ്ങളുടെ അടക്കം ഭാഗത്തു നിന്നും വലിയ രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 19 മണിക്കൂറും 13 മിനിറ്റും പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തികൾ മൂലം സഭയ്ക്ക് നഷ്ടമായി, അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്ക് നഷ്ടമായി എന്നുള്ളത് സ്പീക്കർ അടക്കം ചൂണ്ടിക്കാണിച്ചു. ആ ഇനത്തിൽ മാത്രം ഏതാണ്ട് 57 കോടി രൂപ ഖജനാവിന് നഷ്ടം വരുത്തി. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ചെയ്തികളിൽ ഉയർന്നതോടെയാണ് പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ മുതൽ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കുന്നു. ഇന്നലെ ബഡ്ജറ്റിന്മേലുള്ള ചർച്ച നടന്നു. ബഡ്ജറ്റിന്മേലുള്ള ചർച്ചയിൽ ആദ്യം പങ്കെടുത്തത് ശശി തരൂരായിരുന്നു. പിന്നീട് ഓരോ കോൺഗ്രസ് നേതാക്കളും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾക്കും അഖിലേഷ് യാദവ് അടക്കമുള്ളവർക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു. ഇന്നും സഭയിൽ ഈ ബഡ്ജറ്റിന്മേലുള്ള ചർച്ച തുടരുന്നു. അതേസമയം തന്നെ സ്പീക്കർ പക്ഷാഭേദമായി പെരുമാറിയെന്ന് കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രതിപക്ഷം ഈ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം നോട്ടീസ് സെക്രട്ടറി ജനറലിന്, ലോക്സഭയുടെ സെക്രട്ടറി ജനറലിന് കൈമാറിയത്. അതിൽ NCP, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടികളൊന്നും തന്നെ, MP-മാരൊന്നും തന്നെ അതിൽ ഒപ്പിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെയും ചില ചെറിയ കക്ഷികളുടെയും മാത്രം MP-മാരാണ് അതിൽ ഒപ്പിട്ടത്. ഏതായാലും അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയ നോട്ടീസ് സഭയിൽ എത്തിയ സ്ഥിതിക്ക് ഇനി ധാർമ്മികമായി ഇതിന്മേൽ ചർച്ച നടക്കുന്നതുവരെ ധാർമ്മികമായി ആ സീറ്റിൽ സ്പീക്കറുടെ കസേരയിൽ ഇരിക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഓം ബിർള തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് നൽകുവാൻ തീരുമാനിച്ചത് മുതൽ അദ്ദേഹം സഭയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ഇന്നും അദ്ദേഹം സഭയിലെത്തില്ല. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ധാർമ്മികമായ നടപടികൾ മാത്രമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നാൽ സ്പീക്കർക്ക് ചെയറിലിരിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. എന്നാൽ ധാർമ്മികത ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഇതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. സ്പീക്കർ ചെയറിലേക്ക്, ഡയസിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അടുത്ത 9-ാം തീയതി ബഡ്ജറ്റ് സെക്ഷൻ്റെ ഭാഗമായി തന്നെ 13-ാം തീയതി സഭ പിരിയും. പിന്നീട് വീണ്ടും മാർച്ചിൽ സഭ തുടങ്ങുമ്പോൾ 9-ാം തീയതി ഈ നോട്ടീസ് ചർച്ചയ്ക്ക് വരും. അതിനുശേഷം ഇതിലൊരു തീരുമാനമായിട്ട് സ്പീക്കറുടെ ചെയറിൽ ഇരുന്നാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഇനി 2 ദിവസം കൂടി മാത്രമാണ് സഭയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്നും ഈ ലോക്സഭാ നടപടികളുമായി സഹകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.